പറവൂരിലെ റേഷൻ കടകളിൽ അരി വിതരണം മുടങ്ങിയിട്ട് ഒരാഴ്ചയായതായി പരാതി. റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർ സമരത്തിലായിരുന്നിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. അടിയന്തരമായി അരി വിതരണം ആരംഭിക്കാമെന്ന ജില്ലാ സപ്ലൈ ഓഫീസറുടെ ഉറപ്പ് ലഭിച്ചതിനു ശേഷമാണ് സമരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതി മുതൽ റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർ സമരത്തിലാണ്. കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് നൽകുവാനുള്ളതെന്നും ഇതുവരെയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമരം തീർക്കുന്നതിനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം. പറവൂർ നഗരത്തിലെ ഭൂരിഭാഗം കടകളിലും അരിയില്ല. സാധാരണക്കാരായ ആളുകൾ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലാണ്. ഇതിനെതിരെ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറവൂർ താലൂക്ക് സപ്ലൈ ഓഫീസറെ ഉപരോധിച്ചു. പെട്ടെന്നൊരു സമരം പരിപാടി ആവിഷ്കരിക്കേണ്ടി വന്നത് ഇവിടുത്തെ റേഷൻ വിതരണം താറുമാറെ കിടക്കുകയാണ്. ഒരു റേഷൻ കടകളിലും സാധനങ്ങളില്ല. അരി വിതരണം നിലച്ചിട്ട് കഴിഞ്ഞ 15 ദിവസമായിട്ട് റേഷൻ കടകളിലെ സപ്ലൈ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുകയാണ്. BPL പ്പെട്ട ആളുകൾക്ക് ചില റേഷൻ കടകളിൽ മാത്രമാണ് കുറച്ച് അരി ഉള്ളത്. ബാക്കിയുള്ള കടകളിലൊക്കെ റേഷൻ വിതരണം പൂർണ്ണമായിട്ട് നിലച്ചു. സാധാരണക്കാരായ ആളുകൾ റേഷൻ കടകളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അവർക്ക് പോലും ജീവിക്കാനുള്ള, അവർക്ക് ഭക്ഷണം കഴിച്ച് അവരുടെ വയറ് നിറയാനുള്ള സാധ്യത പോലും ഗവൺമെന്റ്, ഈ ഇടതുമുന്നണി ഗവൺമെന്റ് ഇപ്പോൾ വരുത്തി വെച്ചിരിക്കുകയാണ്. തുടർന്ന് അടിയന്തരമായി അരി വിതരണം ആരംഭിക്കാമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. സപ്ലൈ ഓഫീസർ താലൂക്ക് ജില്ലാ സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞതിന് ശേഷം ഇപ്പൊ തന്നെ 3 ലോഡ് അരി അത്യാവശ്യമുള്ള കടലിൽ എത്തിക്കാനും അടുത്ത ഒരാഴ്ചയ്ക്ക് സുഗമമായി നടത്തിക്കൊള്ളാമെന്നാണ് ഉറപ്പ് തന്നിരിക്കുന്നത്. ഏകദേശം 90 ലക്ഷം രൂപയാണ്, 20 കോടി രൂപയോളം രൂപയാണ് സപ്ലയർമാർക്ക് കൊടുക്കാനുള്ളത്. സർക്കാരിന്റെ വളരെ പിടിപ്പുകേടാണ് ഇത്. എസൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരം വാഹനം കിട്ടിയില്ലെങ്കിൽ വാഹനം എടുത്ത് കൊടുത്ത് ആളുകൾക്ക് അരി വിതരണം നടത്തേണ്ടതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ അരി വിതരണം തുറന്നു നടത്തിയില്ലെങ്കിൽ അടുത്ത ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് വരും. സമരത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ്, MJ രാജു, രമേശ് ഡി കുറുപ്പ്, അനുവട്ടത്തറ, ജോയ് VJ, പൗലോസ് വടക്കുംചേരി, ഗോപാലകൃഷ്ണൻ, PV ഏലിയാസ്, ഷാജി, നടരാജൻ, സജികുമാർ, ലൈജു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.